ക്രൂശിലെ അതികഠിനമായ യാതനയുടെ മധ്യത്തിൽ കർത്താവ് ഉച്ചരിച്ച തിരുമൊഴികൾ: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23-ാം 33-34 വചനങ്ങൾ. ക്രൂശിലെ മൊഴികളിൽ ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു ക്ഷമിക്കുവാനുള്ള അധികാരം. തെറ്റ് ചെയ്ത മനുഷ്യന് ആവശ്യം ക്ഷമയാണ്. ദൈവം മനുഷ്യനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനുഷ്യനെ അറിയിക്കുവാൻ ക്രിസ്തു മനുഷ്യനായി ക്രൂശിൽ കയറി. ശരീരം അതികഠിനമായ വേദനയാൽ പിടയുമ്പോഴും ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ കരുണ മാത്രമായിരുന്നു. കൈയും കാലും ബന്ധിച്ചിരിക്കുന്നു, പിതാവുമായുള്ള ബന്ധം മാത്രം സ്വതന്ത്രം. ക്രൂശിൽ കിടന്നു കഴിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന തന്നെ ക്രൂശിൽ പിടിച്ചു വച്ച് ആണി അടിക്കുന്നവന് വേണ്ടി മാത്രമല്ല, തന്നോട് ശത്രുതയോട് പെരുമാറിയ സകലരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അറിവില്ലാതെ ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി യേശുവിന്റെ രക്തം മറുവിലയായി കൊടുത്തു. ക്രൂശിലെ മൊഴികളിൽ ആദ്യത്തേതും അവസാനത്തേത് പ്രാർത്ഥനയായിരുന്നു. ജലസ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ച ശുശ്രൂഷ ഈ യാഗസ്നാനത്തിൽ പ്രാർത്ഥനയോട് കൂടി അവസാനിക്കുന്നു. കൈകാലുകൾ മൂന്നാണിമേൽ ക്രൂശിന്മേൽ തൂങ്ങുമ്പോഴും ഞരമ്പുകൾ കമ്പി പോലെ വലിഞ്ഞു മാംസപേശികൾ ഉരുണ്ടു കയറിയും വിറയ്ക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദന കടിച്ചമർത്തി പിടിച്ചിരുന്ന ചുണ്ടുകൾ വിടർത്തി ചില വാക്കുകൾ ഉച്ചരിച്ചതാണ്. ആ ചുണ്ടുകളിൽ നിന്നും അടർന്നു വീണത് പ്രാർത്ഥനയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. നിത്യതയോളം നിലനിൽക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന, ഭൂമിയിലും സ്വർഗത്തിലും കേൾക്കുന്ന ദിവ്യ സ്നേഹത്തിന്റെ മാറ്റൊലി. ഇന്ന് നീ എന്നോട് കൂടെ പരദീസായിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ലൂക്കോസ് 22-ാം 42-43 വചനങ്ങൾ കാണുന്ന രണ്ടാമത്തെ വായ്മൊഴി. കള്ളന്മാരിൽ ഒരാൾ യേശുവിനെ ശ്രദ്ധിച്ചു. മരണം കാത്തുകിടക്കുമ്പോഴും അസാധാരണനായ ഒരു മനുഷ്യന്റെ സമീപത്താണ് കിടക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി. കൈകാലുകൾ ആണിയടിച്ചു കുരിശ് നിലത്തു നിന്നുയർത്തി അവയ്ക്ക് വേണ്ടിയുണ്ടായിരുന്ന കൊടികളിൽ നിർത്തി കുത്തിയിറക്കുമ്പോഴും യേശു നിശബ്ദനായിരുന്നു. പരിഹാസത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ യേശുവിന്റെ വരണ്ട ചുണ്ടുകൾക്കിടയിൽ നിന്നുതിർന്ന പ്രാർത്ഥനയുടെ ശബ്ദം ആ കള്ളന്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ചു. തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഇയാൾ ആരാണ്? യേശുവിന്റെ തലയ്ക്ക് മീതെ വെച്ചിരിക്കുന്ന മേലെടുത്തിൽ അയാൾ ഉറ്റുനോക്കി. യേശുവിൽ ഒരു രാജകീയ സവിശേഷത അയാൾ കണ്ടു. യേശുവിന്റെ മറ്റേ വശത്ത് തൂക്കിയിരുന്ന ദുഷ്പ്രവൃത്തിക്കാരൻ, നീ ക്രിസ്തുവല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു യേശുവിനെ പിന്നെയും ആക്ഷേപിച്ചത്. പക്ഷേ യേശുവിനോട് പറഞ്ഞ ആ ആക്ഷേപ വാക്കുകൾ കുറ്റബോധമുള്ള കള്ളന്റെ ഹൃദയത്തിലാണ് ഏറ്റത്. ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുന്ന ഈ മനുഷ്യന് എനിക്കൊരു സ്ഥാനം ദൈവസന്നിധിയിൽ നേടിത്തരുവാൻ കഴിയുമെന്നവൻ വിശ്വസിച്ചു. ദൈവപുത്രനായ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ എന്ന് അവന്റെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കും എന്ന അവകാശം അവന് ലഭിച്ചു. മൂന്നാമതായി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു മൊഴിഞ്ഞ തിരുമൊഴി: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന്. യോഹന്നാൻ സുവിശേഷം 19-ാം 26-27 വചനങ്ങൾ. വേദനയോടെ നിൽക്കുമ്പോഴും അമ്മയെ കരുതുന്ന മകൻ. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും യോഹന്നാനും നിൽക്കുന്നത് കണ്ടു. കണ്ണുകൾ ഉയർത്തി അമ്മയെ നോക്കി. പിന്നെ യോഹന്നാനെ നോക്കിക്കൊണ്ട് മറിയത്തോട്, അമ്മേ, ഇതാ നിന്റെ മകൻ എന്നും യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറയുന്നു. അമ്മയുടെ സംരക്ഷണവും പുത്രധർമ്മവും യോഹന്നാൻ നിറവേറ്റണം എന്നുള്ള അന്ത്യാഭിലാഷമാണ് ഈ വാക്കുകൾ. ഒന്നാം മൊഴി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പിതാവിനോട്, രണ്ടാമത്തെ മൊഴി വശത്തേക്ക് നോക്കിക്കൊണ്ട് കള്ളനോട്, മൂന്നാം മൊഴി താഴോട്ട് നോക്കിക്കൊണ്ട് മറിയയോടും യോഹന്നാനോടുമാണ്. ഈ അന്ത്യശാസനം യോഹന്നാൻ ഏറ്റെടുത്ത് ആ നാഴിക
മുതൽ ആ ശിഷ്യൻ ആ അമ്മയെ തന്റെ വീട്ടിൽ ചേർത്തുകൊണ്ടു. നിനക്കൊരു നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് ആദ്യ കൽപ്പനയാകുന്നു. യേശു തന്റെ അമ്മയുടെ തകർന്ന ഹൃദയം മനസ്സിലാക്കി സ്വന്തം പുത്രന്റെ ദാരുണമായ ഈ അന്ത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാതൃഹൃദയത്തെ തകർത്തു കളഞ്ഞു. ക്രൂസിന്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അരികെ നിൽക്കുന്ന യോഹന്നാൻ, മറിയയ്ക്ക് യോഹന്നാനും പ്രിയപ്പെട്ടവനെ നഷ്ടമാകുമ്പോൾ യോഹന്നാന് മാതാവും മറിയയ്ക്ക് മകനും ലഭിക്കുന്നു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ സബ്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വചനങ്ങളിൽ 4-ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ധകാരത്തിന്മേൽ അധികാരം. അതിവേദനയുടെ ശബ്ദമാണിത്. യേശു ക്രിസ്തുവിന്റെ തിരുമൊഴികളിൽ ആദ്യത്തെ 3 മൊഴികളും ഇരുട്ട് വ്യാപിക്കുന്നതിന് മുൻപും അവസാനത്തെ 3 മൊഴികൾ ഇരുട്ട് മാറിയതിനു ശേഷവുമാകുന്നു. കഠിനമായ ഇരുട്ടിന്റെ നടുവിൽ ലോകം കേൾക്കുന്ന മൊഴിയാണ് ഏലോഹി ഏലോഹി ലമ്മാ ശബക്താനി. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെയായിരുന്നു ഇരുട്ട്. നട്ടുച്ചയ്ക്ക് കുറ്റാക്കൂരിരുട്ട്. ക്രിസ്തുവിന്റെ കാഠിന്യമേറിയ വേദന കാണുവാൻ സൃഷ്ടികൾക്ക് പോലും ശക്തിയില്ലായിരുന്നു. സൂര്യനും ചന്ദ്രനും ഓരോ നക്ഷത്രത്തിനും ദൈവം അതിന്റെ പാത നിശ്ചയിച്ചിരിക്കുന്നു. അവന്റെ വചനം സകലത്തെയും നിയന്ത്രിക്കുന്നു. ഇത്രയും ശക്തനും സകല സൃഷ്ടിയെയും ഭരിക്കുന്നവനുമായ ദൈവമാണ് മനുഷ്യരൂപത്തിൽ ക്രൂശിൽ കിടക്കുന്നത്. അവന്റെ പ്രാണൻ പതിയെ വേർപിരിയുകയാണ്. അവന്റെ മരണം കാണുവാൻ കൂടി കഴിയാതെ സൂര്യന് മൂടുപടം ഇട്ടു അന്ധകാരം. യേശു നമ്മുടെ വേദനകൾ എല്ലാം സ്വയം വഹിച്ചു. ക്രിസ്തു മനുഷ്യന്റെ ന്യായവിധിയെ ശിരസാ വഹിച്ചു. മനുഷ്യവർഗത്തിന് നീതി നൽകുവാൻ പിതാവ് തന്റെ സ്വന്തം പുത്രനെ അല്പനേരത്തേക്ക് കൈവിട്ടു. സകലവും തികഞ്ഞിരിക്കുന്നു. യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനത്തിൽ 5-ാം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ നമ്മുടെ കർത്താവ് ഇരുട്ടിൽ അതികഠിനമായ വേദന അനുഭവിച്ച ശേഷം ഉച്ചരിക്കുന്ന വാക്കുകളാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന്. സങ്കീർത്തനങ്ങൾ 69, 20, 21 വാക്യങ്ങളിൽ പറയുന്നു, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് കുടിപ്പാൻ ചുരുക്ക തന്നു എന്ന്. ഈ പ്രവചനം നിവൃത്തിയാകുകയാണ് ഇവിടെ ക്രൂശിൽ. എല്ലാം നിവൃത്തിയായ ശേഷമാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിനാണ് ഇവിടെ ദാഹിക്കുന്നത്. ഈ ദാഹം മാനവരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദാഹമാണ്. കൊലയാളികൾക്ക് നൽകുന്ന കയ്പ് കലർത്തിയ വീഞ്ഞ് കർത്താവിന് കുടിപ്പാൻ കൊടുത്തു. ഈ ദ്രാവകം ബോധം കെടുത്തുവാനുള്ളതാണ്. കർത്താവ് ഈ ദ്രാവകം നിഷേധിച്ചു. തന്റെ അവസാന സമയം വരെയും മനുഷ്യവർഗത്തിന് വേണ്ടി തെളിഞ്ഞ ബോധത്തോടെയാണ് അവൻ കഷ്ടം സഹിച്ചത്. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടും മുമ്പ് ഏത് ശരീരവും പ്രതികരിക്കും അല്പം ജലത്തിനായി. അത് ജീവനും ജലവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. മാൾനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 42:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം ക്രൂശിൽ പൂർത്തീകരിച്ച് പിതാവിന്റെ ആത്മാവോട് ചേരുവാൻ ക്രിസ്തുവിന്റെ അന്തരാത്മാവ് ദാഹിക്കുന്നു. ദൈവസന്നിധിയിലെ ഉറവയിലേക്ക് ചെല്ലുവാനുള്ള ദാഹം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ 6-ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ: യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ക്ലേശപൂർണമായ ഓട്ടം തികച്ചു വിജയശ്രീലാളിതനായി തീർന്നു. ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതവും ജീവിത ദൗത്യവും ഒന്നിച്ചവസാനിപ്പിക്കുന്ന മുഹൂർത്തമാണിത്. വേലയും വേദനയും 2 വശങ്ങളാണ്. യേശുവിന്റെ വേലയും വേദനയും വിജയകരമായി പൂർത്തീകരിച്ചു. ഈ വാക്ക് ഒരു യോദ്ധാവിന്റെ വിജയാഘോഷത്തിന്റെയും അവന്റെ നെടുവീർപ്പിന്റെയും
ശബ്ദമാണ്. ദൈവഹിതം തന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയായി. പാപമോചനത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങളും ബലികർമ്മങ്ങളും തന്റെ യാഗമരണത്താൽ പൂർത്തിയായി. തന്റെ ആയുസ്സിന്റെ ഭൗതിക കാലാവധിയും പൂർത്തിയായി. യേശു ക്രൂശിൽ മരിക്കണമെന്നത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ക്രൂശിൽ മരിക്കുക എന്നതായിരുന്നു അവസാനത്തെ കൽപ്പന. അതും നിവൃത്തിയായി. ഇനി പാപിക്ക് യാഗമില്ല. ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി യാഗമായി തീർന്നു. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. തെറ്റ് ചെയ്ത നമ്മുടെ മേൽ വരേണ്ട സകല ക്രോധവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ വഹിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നിവൃത്തിയായെന്ന് യേശു പറഞ്ഞത്. പാപത്തിനും പിശാചിന്റെ അടിമത്തത്തിലും ആയിരുന്ന മനുഷ്യനെ വിടുവിച്ച് പൂർണ്ണതയുള്ളവനാക്കുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. ദൈവത്തിന്റെ ഇഷ്ടം ക്രിസ്തു നിവൃത്തിയാക്കി. ലൂക്കോസ് സുവിശേഷം 23-16 7 മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. യേശു ക്രൂശിൽ കിടന്ന് ഉച്ചരിച്ച അവസാനത്തെ മൊഴിയാണ് പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നത്. ദേഹം ദേഹിയുമായി വേർപെടുന്ന സമയം. മരണശയ്യയിൽ നിന്നും പുറപ്പെടുന്ന സകല ശബ്ദങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നവയാണ്. ചങ്കിന്റെ മിടിപ്പും അവസാന ശ്വാസവും നിൽക്കുന്നതിന് മുൻപേ യേശു ക്രൂശിൽ കിടന്ന് ഉച്ചരിച്ച 7 മൊഴി. 7 എന്ന സംഖ്യയെ പൂർണ്ണതയെ കുറിക്കുന്നു. ക്രൂശിലെ അവസാനത്തെയും 7 മൊഴിയാണ് പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത്. യഹൂദന്മാരുടെ നിയമം പ്രകാരം 7 ദിവസം സ്വസ്ഥ ദിനമാണ്. ദൈവം തന്റെ സൃഷ്ടി കർമ്മം പൂർത്തീകരിച്ച ശേഷം സ്വസ്ഥതയിലേക്ക് 7 ദിവസം പ്രവേശിക്കുകയാണ്. സാധാരണ ക്രൂശിൽ മരിക്കാനുള്ള സമയത്തിന്റെ 1/6 സമയം കൊണ്ട് യേശു മരിച്ചു. 7 മൊഴി വിശ്രമത്തിന്റെ മൊഴിയായിരുന്നു. ആ ഒടുവിലത്തെ മൊഴി 7 മൊഴിയായി മാറി. 7 പൂർണ്ണതയുടെയും വിശ്രമത്തിന്റെയും മൊഴിയായിരുന്നു. അമ്മയുടെ മാറിൽ കുഞ്ഞു തളചായ്ച്ച് ഉറങ്ങുന്നത് പോലെ യേശു പിതാവിന്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക എന്നത് വളരെ ശ്രദ്ധേയമാണ്. ആത്മാവ് വിട്ടുപോകുകയല്ലായിരുന്നു. തന്റെ പ്രവൃത്തി തികച്ച ശേഷം ക്രിസ്തു ദൈവകരങ്ങളിൽ ആത്മാവിനെ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. കർത്താവ് നിശ്ചയിച്ച സമയത്താണ് കർത്താവ് മരിക്കുന്നു എന്നത് ഇതിനാൽ വ്യക്തമാകുന്നു. അവൻ മരണത്തിന്റെയും ജീവന്റെയും ഉടമസ്ഥൻ തന്നെ. ധൈര്യമായി മരണത്തെ പുഴുകി എന്നതിന്റെ ഉദാഹരണമാണ് അത്യുച്ചത്തിൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതികഠിനമായ വേദന കഴിഞ്ഞു ദേഹം ദേഹിയുമായി വേർപെടുകയാണ്. ചുമതല നിർവഹിച്ച ഒരു യോദ്ധാവിന്റെ ആത്മധൈര്യത്തോടും സംതൃപ്തിയോടും അരുമനാഥൻ പിതാവിന്റെ കയ്യിൽ തന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുകയാണ്.